ഞങ്ങൾ 2 ദിവസം മുമ്പേ എറണാകുളത്ത് വന്ന് സ്റ്റേ ചെയ്തു. 3:30-ക്കാണ് എൻ്റെ കല്യാണം വെച്ചിരുന്നത്. 3:30-ക്ക് കല്യാണം വെച്ചിട്ട് ഞങ്ങളൊരു വണ്ടിക്ക് ഏർപ്പാടാക്കി. ആ ഒരു പയ്യനാണ് വന്നത്. ആ പയ്യനോട് ഞാൻ ചോദിച്ചു, നിനക്ക് വഴി അറിയാമോ? പറഞ്ഞാൽ എനിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് ആക്ച്വലി വഴി അറിയില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ലൊക്കേഷൻ മൊബൈലിൽ ഇട്ട് തന്നു. അതും മര്യാദയ്ക്ക് നോക്കാൻ എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ ഇത് ഇവൻ്റെ കൊടുത്തിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു, എടാ ഇത് നോക്കി നീ പോകാൻ പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, അത് വേണ്ട ചേച്ചി, എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. 3:30-ക്ക് നടക്കേണ്ട കല്യാണം എൻ്റേതന്ന് നടന്നത് 5 മണി കഴിഞ്ഞപ്പോഴാണ്. അത്രയ്ക്ക്. എന്നിട്ട് പോകുന്ന വഴിക്ക് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് അവൻ ഞങ്ങൾ റോഡിൽ ഇറക്കി വിട്ടിട്ട് പോയി. കല്യാണ വസ്ത്രവും ബൊക്കയും ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ അമ്മയും അനിയനും എൻ്റെ ഒരു അനിയത്തിയുണ്ട്, ഞങ്ങളെല്ലാം കൂടെ മെയിൻ റോഡിൽ ഇറങ്ങി നിൽക്കുക. എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. എല്ലാവരും കരച്ചില്ല. എൻ്റെ ഉള്ളിൽ എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ അനിയനെ എനിക്ക് തന്നൊരു മാതാവുണ്ട്, എനിക്ക് മധ്യസ്ഥൻ നിന്ന്. ഞാൻ പ്രാർത്ഥിച്ച അതുപോലെ എനിക്ക് അനുയോജ്യപ്പെട്ടതാണെങ്കിൽ മാത്രമേ എനിക്കിത് നടത്താവുള്ളൂ. അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് മുറുകിയ വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഇത് എനിക്കുള്ളതാണെങ്കിൽ ഇന്ന് എൻ്റെ കല്യാണം നടക്കും. അതിനെൻ്റെ മാതാവ് എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം. ഞാൻ റോഡിലിറങ്ങി ബൊക്കയായിട്ട് നിൽക്കുക. വരുന്നവരും പോകുന്നവരും മൊത്തം ഞങ്ങളെ നോക്കുകയാണ്. കല്യാണപ്പെണ്ണ് ഇറങ്ങി മെയിൻ റോഡിൽ നിൽക്കുന്നത്.